എന്താണെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ഇനി ഇത് സംബന്ധിച്ച് DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൂപ്രണ്ടിനോട്. സൂപ്രണ്ടിനോട് DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. റിപ്പോർട്ട് എപ്പോൾ കൈമാറും? റിപ്പോർട്ട് രാവിലെ കൊടുത്തു. നമ്മുടെ പ്രഥമ ദൃഷ്ടി എന്താ നമുക്ക് മനസ്സിലായത് ഈ സംഭവത്തിൽ? അത് നമ്മൾ മെയിലിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടല്ലേ അദ്ദേഹം. അത് നമ്മളെങ്ങനെ പറഞ്ഞു, നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഡോക്ടർമാരുടെ എല്ലാവരുടെയും വിശദമായി സംസാരിച്ചിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിന് DMO ഒരു എക്സ്പെർട്ട് പാനലൊക്കെ വെച്ച് അതിൻ്റെ അടുത്തുള്ളൊരു നടപടിയാണ്. സ്കാനിംഗ് സെന്റർ ഇവിടെ ഉണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ലല്ലേ? സ്കാനർ ഉണ്ട്, റേഡിയോളജിസ്റ്റിന്റെ പോസ്റ്റ്. എന്തുകൊണ്ട് റേഡിയോളജിസ്റ്റ് ഇത്ര നാളായി ഇല്ല ഇവിടെ? റേഡിയോളജിസ്റ്റ് എന്തുകൊണ്ട് ഇവിടെ ഇല്ല? നമുക്ക് ഇവിടെ ഗൈനക്കോളജിസ്റ്റ്, അനസ്തെറ്റിസ്റ്റ്, പീഡിയാട്രീഷ്യൻ ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് എല്ലാ WNCകളിലും ഉള്ളത്. WNC ഒരു പാറ്റേണിൽ തന്നെ അങ്ങനെയാണ് ഡോക്ടർമാരുള്ളത്, അങ്ങനെയാണുള്ളത്. ഔദ്യോഗികമായിട്ട് കൊച്ചിന് അനോമലി ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നൊരു പരാതിയാണല്ലോ. പരാതി നമ്മളെല്ലാം അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം DMO തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ കേസും അതുപോലെ തന്നെ പോകും. ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇല്ല. അത് കഴിഞ്ഞ വർഷം നമ്മൾ മേടിക്കാൻ നമ്മൾ HDCയുടെ തീരുമാനപ്രകാരം നമ്മളൊരു റേഡിയോളജി അത് KMCL തന്നതാണ് നമുക്ക്. ഗവൺമെന്റ് സപ്ലൈ ആണ്. എന്നിട്ട് നമ്മൾ HDCയുടെ തീരുമാനപ്രകാരം നമ്മുടെ സ്റ്റാൻഡ് മെഷീൻ എത്ര രൂപയാന്ന് എനിക്കറിയില്ല. ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക ഒരു നല്ല അന്വേഷണം വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത് കുഴപ്പം വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ സ്കാൻ റിപ്പോർട്ട് നമ്മൾ കയ്യിലുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് സ്കാനിൽ കണ്ടെത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതും വീണ്ടും വരുന്നത് ഒരു ഉന്നതതല അന്വേഷണം വേണ്ടതല്ലേ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല. അതപ്പോൾ നമ്മളിപ്പം അങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു ഉത്തരം അങ്ങനെ പറയാം. അശ്വി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ സ്കാനിംഗ് ഉപകരണമുണ്ട്. പക്ഷേ ഈ ആശുപത്രി രൂപീകരിക്കപ്പെട്ട സമയം മുതൽ തന്നെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്നുള്ള സംഭവം കൂടി ഇപ്പോൾ പുറത്താകുന്നുണ്ട്. എന്തിനായിരിക്കും പിന്നെ ഈ ഉപകരണം വാങ്ങി വെച്ചതെന്നുള്ള ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം മറ്റു സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരികയും അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള പരിശോധനയിൽ കൃത്യമായി കുഞ്ഞിന് വൈകല്യമുണ്ടെന്നുള്ള വിവരം ഡോക്ടർമാർക്ക് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള റിപ്പോർട്ട് കൈമാറുക. ആ റിപ്പോർട്ട് കണ്ടിട്ടും സീനിയറായ ഗൈനക്കോളജിസ്റ്റ് പോലും ബോധ്യപ്പെടാത്ത തരത്തിൽ ഉണ്ടാവുകയും പിന്നീട് കുഞ്ഞ് ജനിച്ച സമയത്ത് മാത്രമാണ് കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിൽ കുഞ്ഞിന് വാ പൊളിക്കാൻ സാധിക്കുന്നില്ല. കുഞ്ഞിന്റെ ചെവിയും കണ്ണും എവിടെയാണ് അതായത് കൃത്യസ്ഥലത്തല്ല ഉള്ളത്. ഒപ്പം തന്നെ കുഞ്ഞിനെ മലർത്തി കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച ഒരു കാലത്താണ് ലാബിൽ നടത്തിയ പരിശോധനാ ഫലം കണ്ടിട്ടും ബോധ്യപ്പെട്ടില്ല എന്ന് ഈ സർക്കാർ ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർമാർ പറയുന്നത് എന്നുള്ള വാദമാണ് ഇവിടെ അംഗീകരിക്കപ്പെടാത്തത്. ഒപ്പം തന്നെ ലീഗ് പ്രവർത്തകർ നിലവിൽ ഇവിടെ ആശുപത്രിയിലെ സൂപ്രണ്ടിന് ഖരാവോ ചെയ്ത് പ്രതിഷേധിക്കുന്നതും. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയാണ്. ആലപ്പുഴയിലാണ് നവജാത ശിശുവിന് അസാധാരണമായ വൈകല്യം കണ്ടെത്തിയത്. അത് പരിശോധനയൊന്നും കണ്ടെത്തിയില്ല. അത് ജനിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്ന വലിയ വൈകല്യം കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ വല്ലാത്ത വൈകല്യങ്ങളാണ്. കാണുമ്പോൾ തന്നെ സങ്കടം ഉണ്ടാകുന്ന രീതിയിൽ കേട്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ സങ്കടം ഉണ്ടാക്കുന്ന വൈകല്യങ്ങളാണ് കുഞ്ഞിനുണ്ടാക്കിയത്. അത് നേരത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ സ്കാൻ റിപ്പോർട്ടൊക്കെ സാധാരണഗതിയിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 7 സ്കാനുകൾ ചെയ്തിട്ടും ഒന്നിൽ പോലും ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന, അതായത് ഇത്രത്തോളം ഗുരുതരമാണ്, ഗ്രേവാണ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സൂചന പോലും ഈ ലാബിൽ നിന്ന് റിപ്പോർട്ടായി ഡോക്ടർമാർ മുന്നിലേക്ക് എത്തിയില്ല. ആ ഡോക്ടർമാരോ ഗൈനക്കോളജിസ്റ്റോ ഒന്നും അക്കാര്യത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞ് ജനിച്ചപ്പോൾ മാത്രമാണ് കൈക്കും കാലിലും വളവടക്കം ഈ പറയുന്ന കണ്ണും മൂക്കും ഒക്കെ സ്ഥാനം തെറ്റിയതടക്കം അസാധാരണമായ വല്ലാത്ത വൈകല്യങ്ങൾ ആ കുഞ്ഞ് നേരിടുന്നത്. തുടർന്നാണ് പ്രതിഷ്ഠിത മുസ്ലിം ലീഗ് അവിടെ ആശുപത്രി സൂപ്രണ്ടിനെ അവിടെ ഘെരാവോ അല്ലെങ്കിൽ ഉപരോധിക്കുന്നത്. DMOയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗം ഡയറക്ടർ. കുടുംബം നൽകിയ പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. അതിൽ 1-ാം പ്രതിയായിരിക്കുന്ന ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ ആദ്യത്തെ 2 മാസം മാത്രമേ ചികിത്സിച്ചിട്ടുള്ളൂ. ഈ ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് അദ്ദേഹത്തിനൊന്നും അറിയില്ല, അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ആർക്കുമാർക്കും